ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഹാജരായി. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലും തുടർന്ന് കന്റോൺമെന്റ് ഓഫീസിലുമാണ് സിദ്ദിഖ് എത്തിയത്. ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയെങ്കിലും അവിടേക്ക് സിദ്ദിഖിനെ കടത്തിവിടുകയുണ്ടായില്ല. അതിനുശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത്രയും വലിയ വിവാദങ്ങൾക്കും ഒളിവ് ജീവിതങ്ങൾക്കും ഒക്കെ ശേഷം നിയമത്തിന് മുന്നിലേക്ക് എത്തുകയാണ് സിദ്ദിഖ്. അതേ മാധു, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സിദ്ദിഖിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേസിന്റെ ഭാഗമായി വിശദമായി ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിന് മേളിലായി സിദ്ദിഖ് ഇപ്പോൾ ഉള്ളത് കന്റോൺമെന്റ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ, പ്രത്യേക ഇൻട്രോഗേഷൻ റൂമിലാണ് ഇപ്പോൾ സിദ്ദിഖ് ഉള്ളത്. ആദ്യം സിദ്ദിഖിനോട് ഇങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്താൻ ആയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കമ്മീഷണർ ഓഫീസിൽ ഇന്ന് രാവിലെ സിദ്ദിഖ് എത്തുകയായിരുന്നു. അത് പോലീസിനെയും അന്വേഷണ സംഘത്തെയും എല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ കടന്നുവരവ്. എന്നാൽ അവിടെയല്ല, ഇവിടേക്ക് തന്നെ എത്തണമെന്ന് പോലീസ് സംഘം നിർദ്ദേശം നൽകി. അതിനെ തുടർന്ന് ഇവിടേക്ക് എത്തുകയായിരുന്നു. 2016 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചു. അതിനെ തുടർന്ന് ഏറെ നാൾ ഒളിവിൽ കഴിയുകയും പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുകയും ഒക്കെ ചെയ്തത് വലിയൊരു വിവാദം തന്നെയായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഏതായാലും ഇടക്കാല ആശ്വാസമായി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ സിദ്ദിഖ് തന്നെ ഇമെയിൽ സന്ദേശം മുഖാന്തരം ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അറസ്റ്റിലേക്കാണ് വിവരങ്ങൾ നൽകിയത്. നടൻ സിദ്ദിഖ് പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് ആദ്യം ഹാജരായത്. അവിടെ നിന്ന് കന്റോൺമെന്റ് ഓഫീസിലേക്ക് പോകാനുള്ള നിർദ്ദേശം കിട്ടുകയായിരുന്നു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ സിദ്ദിഖ് എത്തി 1.5 മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്.